ഞാൻ എൻ്റെ മിനിസ്റ്ററായിട്ടും MLA ആയിട്ടും സിനിമാ നടനായിട്ടും പലതരത്തും പോയിട്ടുണ്ട്. ഒരു സ്കൂളിൽ പോകുമ്പോൾ ഇത്ര മനോഹരമായ ബാൻഡ് ഞാൻ കണ്ടിട്ടില്ല. അവിടെ ലീഡ് ചെയ്യുന്ന മോള്, ഓരോ മക്കളും ലീഡ് ചെയ്യുന്ന മോള് മിടുമിടുക്കിയാണ്, പുറകെ നിൽക്കാനും മിടുമിടുമിടുക്കിയാണ്. എല്ലാവരും നിങ്ങളെ ഒരു സ്മാർട്ട്നെസ് എന്റെ മുഖത്തത് വെച്ച് കുത്തി തരുമെന്ന് എനിക്ക് തോന്നി. പക്ഷേ അതെടുത്തൊരു ഇറക്കി ഞാൻ പേടിച്ചു പോയി. പക്ഷേ നമ്മൾ ഈ മുഖം കാണിച്ച് സിനിമയിൽ ജീവിക്കുന്ന ആളാണ്, സംഗതി കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ആ ഇറക്കിയോ. പക്ഷെ മോളെ, നിങ്ങൾ മിടുക്കികളാണ്. നിങ്ങളെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. വന്നിറങ്ങിയപ്പോ എന്നെ നിങ്ങൾ ഞെട്ടിച്ചു. വന്നപ്പോൾ തന്നെ ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഞാൻ അങ്ങനെ എൻ്റെ കോൺസ്റ്റുവൻസിക്ക് പുറത്ത് അങ്ങനെ പൊതുപരിപാടികൾ അധികം പോകാറില്ല. കാരണം ഒരുപാട് ജോലി തിരക്കുണ്ട്. എങ്കിലും ഞാനിവിടെ വന്നത് എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള രാജീവ് മകൾ ഇവിടെ പഠിക്കുന്നത്. അപ്പൊ സിസ്റ്ററും ടീച്ചേഴ്സും എന്നെ വന്ന് കണ്ടപ്പോൾ ഞാൻ സാധാരണ അസംബ്ലി നടക്കുന്ന സമയം കൂടിയാണ്, ഒഴിഞ്ഞു മാറിപ്പോകും. പക്ഷെ എന്നാലും വരാൻ തീരുമാനിച്ചതിന് ഒരു രഹസ്യമുണ്ട്. എൻ്റെ അമ്മ, ഞാൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന എൻ്റെ അമ്മ പഠിച്ചത് ഈ സ്കൂൾ. അമ്മ വഞ്ചൂരാണ് അമ്മയുടെ വീട്. അമ്മ ഒരുപാട് വർഷം അമ്മ ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അമ്മ എപ്പോഴും സ്കൂളിന്റെ കാര്യം പറയും. അമ്മ ഈ പറഞ്ഞ് ആ സ്കൂളിന്റെ അതിൽ പോകുമ്പോൾ എപ്പോഴും ഞാൻ കുട്ടിക്കാലം മുതൽ ആ സ്കൂളിലേക്ക് പോകും. തിരുവനന്തപുരത്താണ് ഞാൻ ഹൈസ്കൂൾ മുതൽ പഠിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പറയാം, എൻ്റെ ഈ കേരളത്തിലെമ്പാടും യാത്ര ചെയ്യുന്ന ആൾ, ഇന്ത്യക്കകത്തും പുറത്ത് യാത്ര ചെയ്യുന്ന ആൾ, ഏറ്റവും പ്രശസ്തമായ നിലയിൽ വിദ്യാഭ്യാസ രംഗത്തും കലാപരമായ കാര്യങ്ങളിലും കായികമായ വിഷയങ്ങളിലും പ്രഗത്ഭരായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന കുഞ്ഞു മക്കളെ, മിടുമിടുക്കികളായ മക്കളെ വാർത്തെടുക്കുന്ന ഓൾ ഇന്ത്യസ് ഗവൺമെന്റ് തലമുറകളായി വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. എൻ്റെ അമ്മ നാടകത്തിലൊക്കെ അഭിനയിക്കുകയായിരുന്നു. അമ്മയുടെ കലാവാസനെല്ലാം തുടങ്ങിയത് ഓൾ ഇന്ത്യസ് ഗവൺമെന്റിലെ സിസ്റ്റേഴ്സിന്റെ പ്രോത്സാഹനത്തിലാണെന്ന് അമ്മ പറയുമായിരുന്നു. മരിക്കുന്നവരെയും പറയുമായിരുന്നു. നിങ്ങളെല്ലാം നമ്മളെ രക്ഷിതാക്കൾ സന്തോഷിക്കണം. നമ്മളെ മക്കൾക്ക് എത്ര നല്ല പഠനം, അതുപോലെ തന്നെ കലാരംഗത്ത് കായിക രംഗത്തൊക്കെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ ഈ സ്കൂളിൽ അവസരമില്ല. പല സ്കൂളുകളിലും അങ്ങനെ അവസരമില്ല. നമ്മുടെ സ്കൂളുകളിലെ PTA ടീച്ചർ എന്ന് പറയുന്നത് ഒരു അധികപ്പറ്റായിട്ടാണ് സാധാരണ. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് പരേഡൊക്കെ ഉണ്ട്, പരേഡും PT ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ PT ടീച്ചർ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ പല സ്കൂളിൽ. അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടോ അല്ലാതെ ഒരു PTയും ഇല്ല. എന്താണ് കുഞ്ഞുങ്ങൾ കായിക രംഗത്ത് വരണം എന്ന് പറയുന്നത്? നമ്മളെ സയന്റിഫിക് ആയിട്ട് നോക്കിയാൽ തന്നെ നമ്മളെ കുഞ്ഞുങ്ങൾ എപ്പോഴും ക്ലാസ്സിൽ നിന്ന് പഠിക്കുക. അവർ രാവിലെ വന്നാൽ വൈകിട്ട് വരെ ഇരിക്കുകയാണ്. ഇടയ്ക്കൊന്നും നടക്കും, ഓടും ഒക്കെ ചെയ്യുന്നുള്ളതല്ലാതെ അവർ കളിക്കാൻ അനുവദിക്കുന്നു. കാരണം കുഞ്ഞുങ്ങൾ ഓടി കളിക്കുമ്പോൾ അവർ കിതയ്ക്കുമ്പോൾ അവർ നന്നായി ശ്വസിക്കുമ്പോൾ ശരീരത്തിലേക്ക് ധാരാളം ഓക്സിജൻ കടന്നു വരും. ഈ ഓക്സിജനാണ് നമ്മുടെ തലച്ചോറിന് ഏറ്റവും ആവശ്യം. നമ്മുടെ തലച്ചോറ് പ്രവർത്തിപ്പിച്ചിട്ടാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. അപ്പൊ പഠിക്കുന്ന കുഞ്ഞിന്റെ തലച്ചോറിന് ഏറ്റവും ഉണർവ് ഉണ്ടാകണമെങ്കിൽ നല്ല രീതിയിൽ ശ്വസിക്കണം, ശ്വാസോച്ഛ്വാസം ചെയ്യണം. അപ്പൊ രക്തത്തില് ബ്ലഡിന്റെ ഓക്സിജന്റെ അംശം കൂടും, അത് ബ്രെയിനിലേക്ക് വരും, കുഞ്ഞുങ്ങളെ ബ്രെയിൻ ഉണരും. ആ ഉണരുമ്പോഴാണ്, ആ കളിച്ചു വരുമ്പോൾ ഒരു തളർച്ച ഉണ്ടാവുന്നുള്ളതല്ലാതെ അത് കഴിയുമ്പോൾ ഇരട്ടി ഉന്മേഷത്തോടു കൂടി നമ്മളെ മക്കൾ പഠിക്കും. ഏറ്റവും നല്ല ബുദ്ധിപരമായി പഠിക്കും. അതിന് യോഗ ചെയ്യണം, മെഡിറ്റേഷൻ ചെയ്യണം, പിന്നെ ബ്രീത്ത് എക്സർസൈസുകൾ ചെയ്യണം. ഞാനൊരു 2-3 സ്കൂളിന്റെ മാനേജറാണ്. എൻ്റെ സ്കൂളിൽ ഞാൻ ചെയ്തിരിക്കുന്ന, രാവിലെ ക്ലാസ്സിൽ വന്നാൽ ഒരു ബെല്ലടിക്കും. ഈ ബെല്ലടിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിലെ അധ്യാപകരും കുട്ടികളും എല്ലാവരും കണ്ണടച്ചിട്ട് ഒരു 10 പ്രാവശ്യം ഡീപ്പ് ബ്രെത്ത് എടുക്കണമെന്ന്. എടുത്തതിന് ശേഷം മാത്രമേ എല്ലാവരും ഒരുപോലെ ആകൂ. കാരണം ബസ്സിൽ വരുന്ന കുഞ്ഞുങ്ങളുണ്ട്, വീട്ടിൽ നടന്നു വരുന്ന കുഞ്ഞുങ്ങളുണ്ട്, വളരെ ധൃതി പിടിച്ചു വരുന്ന ടീച്ചർമാരുണ്ട്, ഓടി വരുന്ന കുട്ടികളുണ്ട്, സമയം പോയി എന്ന് പറഞ്ഞിട്ട്. ഇവരെല്ലാവരും അവിടെ വന്ന് ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എല്ലാവരുടെയും സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഒരുപോലെ ആകണമെങ്കിൽ ഈ ഒരു എക്സർസൈസ് നല്ലതാണ്. അത് നമ്മുടെ എല്ലാ സ്കൂളുകളിലും ഏർപ്പെടുത്തണമെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഞാൻ എൻ്റെ സ്കൂളിൽ 5ാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഹോംവർക്ക് കൊടുക്കില്ല, ബാഗ് വീട്ടിൽ കൊടുത്തയക്കില്ല. അപ്പൊ ടീച്ചേഴ്സ്, രക്ഷകർത്താക്കൾക്ക് ചിലർക്ക് നിർബന്ധം, പഠിപ്പിച്ചേ പറ്റും, ശനിയും ഞായറും ട്യൂഷന് വിടണം. അവനെ അവസാനം ഈ വർഷം തൊട്ട് വെള്ളിയാഴ്ച പോകുമ്പോൾ ബാഗും ബുക്കും വീട്ടിൽ കൊടുത്തയക്കും. അല്ലാത്ത ദിവസങ്ങൾ ബുക്ക് വീട്ടില് എല്ലാ വർക്കും ഒരു കണക്ക് പഠിപ്പിച്ചാൽ അത് പരിപൂർണമായി പഠിപ്പിച്ച് തറവാക്കുന്ന ക്ലാസ് മുറിയിൽ വെച്ച് തന്നെ. അപ്പൊ വ്യത്യസ്തമായ സാഹചര്യത്തിൽ വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. ട്യൂഷൻ പഠിക്കാൻ പണമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അതുപോലെ തന്നെ പിന്നെ വീട്ടിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന അമ്മയച്ഛനുള്ളവരുണ്ട്, സമയമുള്ളവരുണ്ട്, സമയമില്ലാത്തവരുണ്ട്, അറിയാത്തവരുണ്ട്. അപ്പൊ ഇവരെ എല്ലാവരെയും ഒന്നിച്ച് കാണണമെങ്കിൽ നമ്മുടെ ടീച്ചർമാരും എടുക്കലാണ്, നല്ല കഴിവുള്ളവരാണ്. അവരെ ആ പഠിപ്പിക്കുന്ന കണക്ക് കൂട്ടാനാണ് പഠിപ്പിക്കുന്നെങ്കിൽ ഒരു 50-100 കണക്ക് സംഖ്യ ഇട്ട് കൊടുത്ത് കൂട്ടാൻ അവിടെ ഇരുത്തി പഠിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന ആളാണ്. അത്തരത്തിൽ കുഞ്ഞുങ്ങളെ ഈ ഹോംവർക്ക് എന്ന് പറയുന്ന ഒരു ഭാരവുമായി കുഞ്ഞുങ്ങൾ വീട്ടിൽ പോകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നതാണ്. കാരണം ഈ കൊച്ചു കുഞ്ഞുങ്ങൾ, വലിയ കുഞ്ഞുങ്ങൾ കുഴപ്പമില്ല, ചെറിയ കുഞ്ഞുങ്ങൾ അമ്മയോടും അച്ഛനോടൊപ്പം കളിക്കേണ്ടവരാണ്. അവരെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരോട് അച്ഛനോടും അമ്മയോടും ഇന്ററാക്ട് ചെയ്യേണ്ടവരാണ്. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അച്ഛനമ്മമാരോട് പോലും ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒന്നും കാണില്ല. ഒരു കുഞ്ഞൊക്കെ കാണത്തുള്ളൂ, അല്ലെങ്കിൽ 2 കുഞ്ഞുങ്ങളെ കാണത്തുള്ളൂ. പലപ്പോഴും അച്ഛനമ്മമാരോട് സ്നേഹം പങ്കുവയ്ക്കാനും അവരുടെ സ്കൂളിലെ വിശേഷങ്ങൾ പറയാനും ഒന്നും സമയം കിട്ടാറില്ല. കാരണം പഠിപ്പിക്കുക. രാവിലെ 7 മണിക്ക് ബസ്സിൽ കയറും, വരുന്നത് 5 മണിക്കായിരിക്കും. വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ ആഹാരം വല്ലതും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയിരുന്ന് പഠിയെന്നുള്ള പ്രകൃതിയാണ്.
അതുകൊണ്ടാണ് ഞാൻ ഈ 5ാം ക്ലാസ്സുകളിലെ കുഞ്ഞുങ്ങൾക്ക് ഹോംവർക്ക് കൊടുക്കില്ല. അതിൽ ചില ട്യൂഷൻ ക്ലാസ്സുകാർക്കൊക്കെ എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ എടുത്ത നിലപാടിൽ നിന്ന് മാറുന്ന ആളല്ല. എന്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ കായിക രംഗത്ത് നിങ്ങൾ കഴിവ് തെളിയിക്കണം. കലാപരമായി ഇതൊന്നും ഹോളിഡേസ് ഗവൺമെന്റിൽ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കുഞ്ഞുങ്ങളെ വെയിലത്ത് നിർത്തിയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് പരേഡ് ആദ്യം നടത്താൻ പറഞ്ഞത്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ഒരു സന്തോഷമുണ്ട്. ഹോളിഡേസ് ഗവൺമെന്റിന്റെ ടീച്ചർ എന്നോട് പറയുന്നത്, സിസ്റ്റർ പറയായിരുന്നു, ഇത് ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് ഒരു സ്റ്റേഡിയത്തിൽ വെച്ച് ഞങ്ങൾ ഒരു സ്പോർട്സ് മേള നടത്തി. ഇത് ഫസ്റ്റ് ടൈം ആണെന്ന് ആരും വിശ്വസിക്കില്ല. വെൽ ഓർഗനൈസ്ഡ് ആണ്. ഒരു കായികമേള സംസ്ഥാന തലത്തിൽ നടക്കുന്ന ഒരു, ഇവിടെ നമ്മുടെ ഗസ്റ്റ് ഓഫ് ഓണറൊക്കെ ഉണ്ട്, അവർക്കറിയാം ഒരു സംസ്ഥാനം നടക്കുന്ന ഒരു കായിക മേള എങ്ങനെ തുടങ്ങുന്നു. ഞാൻ കുറച്ച് ദിവസം സ്പോർട്സ് മന്ത്രിയായിരുന്നു കുറെ വർഷം. അപ്പൊ ഈ സ്റ്റേഡിയത്തിൽ കാണുന്ന സിന്തറ്റിക് ട്രാക്കൊക്കെ ഞാൻ അന്ന് ഉറപ്പിച്ചതാണ്. അപ്പുറത്ത് കാണുന്ന ചന്ദ്രശേഖരൻ സ്റ്റേഡിയവും തിരുവനന്തപുരത്ത് കാണുന്ന ഒരുവിധ സ്റ്റേഡിയങ്ങളൊക്കെ ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ നന്നാക്കിയതാണ്. അപ്പൊ അങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് സ്പോർട്സിന് താല്പര്യം. ഫുട്ബോൾ കളിക്കുമായിരുന്നു, ഹോക്കി കളിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ സ്പോർട്സിന് അങ്ങനെ ക്രിക്കറ്റ് ഒന്നും കണ്ട് അങ്ങനെ ഒരു ഹരമുള്ള ആളല്ല. പക്ഷെ ഞാൻ സ്പോർട്സ് മന്ത്രിയായിരിക്കുമ്പോൾ എന്ത് ചെയ്തു എന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ഏത് സ്പോർട്സിലുള്ള ആരോട് പറഞ്ഞു ചോദിച്ചാലും പറഞ്ഞു തരും. ഞാൻ സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ സ്പോർട്സിന് വിദഗ്ധനല്ല. പക്ഷെ എന്റെ മക്കള് ഏറ്റവും നന്നായി ഈ സ്കൂളിൽ ഇത് സംഘടിച്ചു. ഏറ്റവും ഒരു നാഷണൽ ലെവലിലുള്ള ഒരു പരിപാടി പോലെ അത് സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. ഒരു ചെറിയ ഒളിമ്പിക്സ് സംഘടിപ്പിച്ചതിൽ എല്ലാവരും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒരു കാര്യം പറയാതെ പോകാൻ പറ്റൂല. ഞാൻ എന്റെ മിനിസ്റ്ററായിട്ടും MLA ആയിട്ടും സിനിമാ നടനായിട്ടും പലതരത്തിൽ പോയിട്ടുണ്ട്. ഒരു സ്കൂളിൽ പോകുമ്പോൾ ഇത്ര മനോഹരമായ ബാൻഡ് ഞാൻ കണ്ടിട്ടില്ല. അവിടെ ലീഡ് ചെയ്യുന്ന മോള്, ഓരോ മക്കളും ലീഡ് ചെയ്യുന്ന മോള് മിടുമിടുക്കിയാണ്, കുറയുന്ന മിടുമിടുമിടുക്കിയാണ്. എല്ലാവരും നിങ്ങളെ ഒരു സ്മാർട്ട്നെസ് എന്റെ മുഖത്തത് വെച്ച് കുത്തി തരുമെന്ന് എനിക്ക് തോന്നി. പക്ഷേ അതെടുത്തൊരു ഇറക്കി ഞാൻ പേടിച്ചു പോയി. പക്ഷെ നമ്മൾ ഈ മുഖം കാണിച്ച് സിനിമയിൽ ജീവിക്കുന്ന ആളാണ്. സംഗതി കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഇറക്കിയോ. പക്ഷെ മോളെ, നിങ്ങൾ മിടുക്കികളാണ്. നിങ്ങളെ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ്. വന്നിറങ്ങിയപ്പോ എന്നെ നിങ്ങൾ ഞെട്ടിച്ചു. എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു. പരേഡ് ഗംഭീരമായിരുന്നു. നമ്മളെ മക്കളെ ഇത്തരത്തിൽ നന്നായി പരിശീലിപ്പിക്കുന്ന ടീച്ചർമാരെയും സിസ്റ്റേഴ്സിനെയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് ഞാൻ ഒരുപാട് സന്തോഷം. ഒരു കലാകാരൻ കൂടിയായി എനിക്ക് കായിക രംഗങ്ങളിൽ നമ്മളെ കൊച്ചുമക്കളെ ഇത്ര നന്നായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്കൂളിന്റെ മാനേജ്മെന്റിനെയും ടീച്ചേഴ്സിനെയും എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അതിനെല്ലാം കാരണക്കാരാകുന്ന രക്ഷകർത്താക്കളാണ്. നമ്മുടെ മക്കള് ഓരോ കുഞ്ഞുങ്ങളും ബഹുമിടുക്കരാകണമെന്ന് ആരോഗ്യ രക്ഷകർത്താക്കളാണ്. അവരെല്ലാം ഇതിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു. ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വെയിലാണ്, വേഗം മക്കൾ മാറിയുന്നു. എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ ആനുവൽ സ്പോർട്സ് മീറ്റിന്റെ ഉദ്ഘാടനം നിങ്ങളുടെ ഇവരുടെ അനുവാദത്തോടെ ദൈവനാമത്തിൽ നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ക്രമക്കേടുകളില്ലാത്ത ഉദ്യോഗസ്ഥന്മാർ, എനിക്ക് അഭിമാനമുണ്ട്. പോലീസ് ആകട്ടെ, റവന്യൂ ആകട്ടെ, ഏത് ഡിപ്പാർട്ട്മെന്റ് ആകട്ടെ, അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാർ പത്തനാപുരത്ത് ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളെ അഭിമാനത്തോടെ പത്തനാപുരത്തുകാർ ഓർക്കേണ്ടത്. എന്നെ പേടിച്ചിട്ട് തന്നെയാണ്. കാരണം എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ കുഴപ്പമാക്കും എന്നുള്ളത് കൊണ്ട് ഇവിടെ വേണ്ട. അങ്ങനെയുള്ളവർക്ക് ഇവിടെ വേണ്ട. ഇവിടെ തഹസീൽദാരുണ്ട്, കൈക്കൂലി വാങ്ങിക്കുവോ? ഇവിടെ വില്ലേജ് ഓഫീസർമാരുണ്ട്, പഞ്ചായത്ത് സെക്രട്ടറിമാരുണ്ട്, എന്തിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, കൈക്കൂലി വാങ്ങിക്കുവോ? ഇല്ല. അതിന്റെ കാര്യം എന്നറിയാം, പത്തനാപുരത്തിന്റെ മണ്ണിൽ അത്തരത്തിലുള്ള സംസ്കാരമില്ല. ഉഴപ്പക്കാരായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും പത്തനാപുരത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കില്ല. കാരണം പത്തനാപുരത്ത് വന്നാൽ ഇത്തരം പരിപാടികൾ നടക്കത്തില്ല. ഇവിടുത്തെ ജനങ്ങൾ അത് തിരിച്ചറിയും. ഒരാൾ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന് അറിഞ്ഞാൽ ആ നിമിഷം അവർ MLA അറിയിക്കുകയും അത് കുഴപ്പമാക്കി തീർക്കുകയും ചെയ്യും. അതിനകത്ത് ഒളിച്ചു വെച്ച് കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല.